ശിവഗിരി HS റേഡിയോ സാസദസനിധ പനിധ മഗ മഗരിസ സാസദസനിധ പനിധ മഗ മഗരിസ ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് നേഹ സനിൽകുമാർ, യുവിക, അമൃത. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകും. ബുദ്ധദേവ് വിടവാങ്ങി. ശബരി പാതയ്ക്ക് സാധ്യതയില്ല, സംസ്ഥാനത്തിന് പിന്തുണയില്ല എന്ന് റെയിൽവേ മന്ത്രി. അമീബിക് മസ്തിഷ്കജ്വരം ICMR പഠനം നടത്തും. 15 വീടുകൾ നിർമ്മിച്ചു നൽകും. വ്യാപാരി വ്യവസായി സമിതി. നജീബ് തന്നെ പെരിന്തൽമണ്ണ MLA. KP മുഹമ്മദ് മുസ്തഫയുടെ തിരഞ്ഞെടുപ്പ് ഹർജി തള്ളി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകും. തവണ സൗകര്യം വേണമെന്ന് സംഘടനകൾ. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകുമെന്ന് സംഘടനകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. തവണകളായി നൽകാനുള്ള സൗകര്യം വേണമെന്നും നിർബന്ധിതമാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ പരിശോധനയിലാണ്. സംഘടനാ നേതാക്കളെ ക്ഷണിച്ചു വരുത്തിയാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥന വെച്ചത്. സാലറി ചാലഞ്ച് എന്ന പ്രയോഗമുണ്ടായില്ല. മാസം 1 ദിവസത്തെ ശമ്പളം എന്ന നിലയ്ക്ക് 5 തവണകളായി നൽകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം നൽകണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു. ഒറ്റത്തവണയായി നൽകാനോ 5ലേറെ ദിവസത്തെ ശമ്പളം നൽകാനോ ആഗ്രഹിക്കുന്നവർക്ക് അതുമാകാമെന്നും പറഞ്ഞു. ബുദ്ധദേവ് വിടവാങ്ങി. പശ്ചിമ ബംഗാളിൽ 11 വർഷം മുഖ്യമന്ത്രിയും ആദ്യ ഇടതു സർക്കാരിന്റെ കാലം മുതൽ മുഖ്യമന്ത്രിയുമായിരുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ 80 വയസ്സ് അന്തരിച്ചു. വ്യാഴാഴ്ച 8:20 പാം അവന്യൂവിലുള്ള വീട്ടിലായിരുന്നു അന്ത്യം. ശ്വാസകോശ രോഗത്തിന് ചികിത്സയിലായിരുന്ന ബുദ്ധദേവ് അനാരോഗ്യം മൂലം ഏതാനും വർഷങ്ങളായി പൊതുരംഗത്ത് സജീവമായിരുന്നില്ല. വ്യാഴാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണത്തിനു ശേഷം നില മോശമായി. ഹൃദയാഘാതവും ഉണ്ടായി. മകൻ സുജേതനാണ് മരണവിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. ഇടതുമുന്നണി ചെയർമാൻ ബിമൻ ബോസ്, CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം എന്നിവർ തുടർ നടപടികൾക്ക് നേതൃത്വം നൽകി. ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്, മുഖ്യമന്ത്രി മമതാ ബാനർജി, മന്ത്രിമാർ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. 2000 നവംബറിലാണ് ബുദ്ധദേവ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. 2011 വരെ തുടർന്നു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തട്ടകമായിരുന്ന ജാദവ്പൂർ മണ്ഡലത്തിൽ നിന്ന് തോറ്റതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റം തുടങ്ങി. 2022 കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകിയെങ്കിലും നിരസിച്ചു. മീരയാണ് ഭാര്യ. ബുദ്ധദേവിന്റെ ആഗ്രഹപ്രകാരമുള്ള നേത്രദാനത്തിന്റെ നടപടികൾ ഡോക്ടർമാർ പൂർത്തിയാക്കി. മൃതദേഹം വൈദ്യ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടു നൽകും. ശബരി പാതയ്ക്ക് സാധ്യതയില്ല, സംസ്ഥാനത്തിന് പിന്തുണയില്ല എന്ന് റെയിൽവേ മന്ത്രി. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ സാധ്യതകൾ മങ്ങുന്നു. 1997 അനുമതി നൽകിയ പാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കടമ്പകളിൽ തട്ടിക്കിടക്കുകയായിരുന്നു എന്നും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ല എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പാർലമെന്റിൽ അറിയിച്ചു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി 1629 കോടി രൂപയുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യത്തിലേക്ക് ഭൂമി ഏറ്റെടുക്കാനും സർവീസ് റോഡ് നിർമ്മിക്കാനും ഉൾപ്പെടെ 1629 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. പദ്ധതിയുടെ സാമ്പത്തിക പങ്കാളിത്ത കരാർ മന്ത്രിസഭ അംഗീകരിച്ചു. അമീബിക് മസ്തിഷ്കജ്വരം ICMR പഠനം നടത്തും. സംസ്ഥാനത്ത് ഇതുവരെ 15 അമീബിക് മസ്തിഷ്കജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതിൽ 2 പേർ രോഗമുക്തരായി. തിരുവനന്തപുരത്ത് 7 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ICMR പഠനം നടത്തുമെന്നും അറിയിച്ചു. നെല്ലിമൂട് സ്വദേശിക്കും പേരൂർക്കട സ്വദേശിക്കുമാണ് തലസ്ഥാനത്ത് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. കുളം ഉപയോഗിച്ചവരിൽ 33 പേരെ കണ്ടെത്തി. 2 പേർക്ക് കൂടി രോഗം സംശയിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. 15 വീടുകൾ നിർമ്മിച്ചു നൽകും. വ്യാപാരി വ്യവസായി സമിതി. വയനാട് ചൂരൽമലയിൽ 15 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി. ഇതിനുള്ള ഫണ്ട് സമാഹരണം പൂർത്തിയായെന്ന് സംസ്ഥാന സെക്രട്ടറി ES ബിജു അറിയിച്ചു.
റിപ്പോയിൽ മാറ്റമില്ല. തുടർച്ചയായി 9ാം തവണയും റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. റിപ്പോ നിരക്ക് 6.5% തുടരും. 2 മാസത്തേക്ക് കൂടി ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിലവിലെ നിരക്കിൽ തുടരും. RBI പണനയ സമിതിയുടെ അടുത്ത യോഗം ഒക്ടോബർ 7 മുതലാണ്. മണിക്കൂറുകൾക്കുള്ളിൽ ഇനി ചെക്ക് മാറാം. മാർഗനിർദ്ദേശം ഉടൻ പ്രസിദ്ധീകരിക്കും. ബാങ്കുകളിൽ ചെക്ക് മാറി പണം എടുക്കാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട. മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് മാറി പണം ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. നിലവിൽ ചെക്ക് മാറി പണം ലഭിക്കാൻ കുറഞ്ഞത് 2 ദിവസം എടുക്കാറുണ്ട്. CDS വഴിയാണ് നിലവിലെ ഭൂരിഭാഗം ബാങ്ക് ശാഖകളും ചെക്ക് ക്ലിയറൻസ് നടത്തുന്നത്. നജീബ് തന്നെ പെരിന്തൽമണ്ണ MLA. KP മുഹമ്മദ് മുസ്തഫയുടെ തിരഞ്ഞെടുപ്പ് ഹർജി തള്ളി. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 38 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്യുന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന KP മുഹമ്മദ് മുസ്തഫയുടെ ഹർജിയാണ് ജസ്റ്റിസ് C സുധ തള്ളിയത്. 348 തപാൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. വോട്ടുകൾ നിയമപ്രകാരം സാക്ഷ്യപ്പെടുത്താത്തതിനാൽ മാറ്റിവെച്ചതിൽ തെറ്റില്ലെന്ന് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത്. കോവിഡ് കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രായാധിക്യമുള്ളവർക്കായി ഏർപ്പെടുത്തിയ തപാൽ വോട്ടിൽ നിയമപ്രകാരമുള്ള ക്രമ നമ്പരും പോളിംഗ് ഓഫീസറുടെയും വോട്ടറുടെയും ഒപ്പം ഇല്ലാത്തതിനാലാണ് മാറ്റിവെച്ചത്. പോസ്റ്റൽ വോട്ട് എണ്ണിയാൽ 300 വോട്ടെങ്കിലും തനിക്ക് ലഭിക്കുമെന്നും പോസ്റ്റൽ വോട്ട് നിയമപ്രകാരം സാക്ഷ്യപ്പെടുത്താത്തത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും ഹർജിക്കാരൻ വാദിച്ചു. എന്നാൽ വോട്ട് മാറ്റിവെക്കാൻ ഹർജിക്കാരന്റെ വോട്ടെണ്ണലിന് ചുമതലപ്പെട്ട ഏജന്റുമാരും അനുമതി നൽകിയിരുന്നു. MLAക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ D കൃഷ്ണനുണ്ണി, അഡ്വക്കേറ്റ് M മുഹമ്മദ് ഷാഫി എന്നിവരാണ് ഹാജരായത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകും. ബുദ്ധദേവ് വിടവാങ്ങി. ശബരി പാതയ്ക്ക് സാധ്യതയില്ല. സംസ്ഥാനത്തിന് പിന്തുണയില്ല എന്ന് റെയിൽവേ മന്ത്രി. അമീബിക് മസ്തിഷ്ക ജ്വരം ICMR പഠനം നടത്തും. 15 വീടുകൾ നിർമ്മിച്ചു നൽകും. വ്യാപാരി വ്യവസായി സമിതി. നജീബ് തന്നെ പെരിന്തൽമണ്ണ MLA. KP മുഹമ്മദ് മുസ്തഫയുടെ തിരഞ്ഞെടുപ്പ് ഹർജി തള്ളി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഒളിമ്പിക് ഷൂട്ടിംഗിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മനു ഫേക്കർ. പോയ വാരത്തിലെ വിജയി 7ാം ക്ലാസ് B ഡിവിഷനിലെ അവിനാഷ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേന്ദ്ര റെയിൽവേ മന്ത്രിയാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാളികപ്പുറം സിനിമയിലെ നങ്ങേലിപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നത് രൂപശ്രീ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചിങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചിങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ.
കുഞ്ഞു കാലടിയോടെ നീ കരവേറിടും നിമിഷം നെഞ്ചുടുക്കിലെ മോഹതാളമുണർന്നിടും സമയം മിഴിനീർ കണം പൊഴിയുന്നു ഞാൻ മഴ പോലെ മകളെ നങ്ങിലെ പൂവേ എന്നോമൽ വാവേ പൂവുപോൽ വിരിയുന്നു നീ അതു കണ്ടു ഞാനരികെ കാറ്റുപോലെ നിനക്കു പൂന്തണലേകി നിന്നരികെ നീ കുതിച്ചതുപോലെ നിന്നിലെ ആശ പൂവിടവേ നീല നീല നിലാവ് പോൽ മുഖമൊന്നു മിന്നിടവേ നിറയും നിഴൽ മനമാകെയും ഉയിരിന്റെ കൺമണിയേ സാ സദസ നിധ പനിധ മഗ മഗരി സ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.